ഇസ്രായേൽ ഖത്തറിൽ വ്യോമാക്രമണം നടത്തിയ വാർത്ത പുറത്തുവന്നതോടെ കുതിച്ചുയർന്ന ക്രൂഡ് ഓയിൽ വില. ബ്രെന്റ് ക്രൂഡ് ഓയിൽ 37 സെന്റ് അഥവാ 0.6% ഉയർന്ന് ബാരലിന് വില $66.39 US വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് ക്രൂഡ് ഓയിൽ ബാരലിന് $62.63 മിഡിൽ ഈസ്റ്റിൽ നിലവിലെ സാഹചര്യങ്ങളിൽ സംഘർഷം വർദ്ധിക്കുമെന്ന ആശങ്കയാണ് വിപണിയെ ബാധിച്ചത്. ഖത്തറിനെതിരായ ആക്രമണത്തിന് മുമ്പേ തന്നെ എണ്ണ സൂചികകൾ ഉയർന്ന നിലയിലായിരുന്നു വ്യാപാരം നടത്തിയത്. ആഗോള ഓഹരി വിപണികളുടെ ഉയർച്ചയും US ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറയ്ക്കുമെന്ന പ്രതീക്ഷയും എണ്ണവിലയിൽ പ്രതിഫലിച്ചിരുന്നു. സൗദി അറേബ്യ വിലക്കുറവ് വരുത്തുമെന്ന ആശങ്കകൾക്ക് മറുപടിയായി ഒപെക് ചെറിയ തോതിൽ വിപണന വർധനവ് പ്രഖ്യാപിച്ചതും വിലക്കയറ്റത്തിന് കാരണമായി. അതേസമയം ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തോട് ശക്തമായ വിയോജിപ്പുണ്ടെന്നാണ് ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യ അറിയിച്ചത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഖത്തർ അമീറുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യ അപലപിക്കുന്നതായും നരേന്ദ്രമോദി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയെ അറിയിച്ചു. ആക്രമണം മേഖലയിലെ സംഘർഷസ്ഥിതി വഷളാക്കുമെന്ന ആശങ്ക ഇന്ത്യ പ്രകടിപ്പിച്ചു. ഇന്ത്യയുടെ പിന്തുണയ്ക്ക് ഖത്തർ അമീർ മോദിക്ക് നന്ദി പറഞ്ഞു. 8 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുള്ള ഖത്തറുമായുള്ള ബന്ധം ശക്തമാക്കുന്നതിനുള്ള നടപടികളാണ് അടുത്തിടെയെല്ലാം നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത്. ഖത്തർ അമീർ ദില്ലിയിലെത്തിയപ്പോൾ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മോദി സ്വീകരിച്ചു. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രകൃതിവാതകത്തിൽ 2/3 വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് എതിരായ നിലപാടാണ് ഇന്ത്യ ഇന്നലെ സ്വീകരിച്ചത്. മേഖലയിലെ സമാധാനവും സുരക്ഷയും അപകടത്തിലാക്കരുതെന്ന മുന്നറിയിപ്പ് ഇന്ത്യ നൽകി. ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഗൾഫ് രാജ്യങ്ങളുടെ തുടർനീക്കം ഇന്ത്യ നിരീക്ഷിച്ചിരിക്കുകയാണ്. ഇസ്രായേലിന് സമീപം 6 പേരുടെ മരണത്തിനിടയാക്കിയ വെടിവെപ്പിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തതിന് തൊട്ടു പിന്നാലെയാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ ദോഹയിലേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. ഹമാസിന്റെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണമെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചത്. ഹമാസ് നേതാവ് ഗലീൽ അൽ ഹയ്യ കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. എന്നാൽ ഗലീൽ അൽ ഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ സുരക്ഷിതരാണെന്നാണ് ഹമാസ് പറയുന്നത്.